ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലുള്ള നമ്മളൊരു മിനി കാറ്റഗറിയാണ് ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലുള്ളൊരു ക്വസ്റ്റ്യൻ 7.2-ൽ 23rd ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് വരുന്നത്. ഈ ഇൻവേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒന്നും നോക്കണ്ട, ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ഇൻവേഴ്സ് ആരാണോ അയാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമുക്കറിയാം ഓരോ ഫംഗ്ഷൻ്റെയും ഇൻവേഴ്സ് എന്താണെന്നുള്ളത്, ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത്. ആ ഡെറിവേറ്റീവ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/√1 - x² ആണ്. ഈ 1/√1 - x², √1 - x² നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മേലെ നോക്കണ്ട, താഴെ നോക്കണ്ട, നേരെ എന്ത് ചെയ്യുക, ടി എന്നുള്ളത് ആർക്ക് കൊടുക്കുക, വേർ ടി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിന് കൊടുക്കുക. ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1/√1 - x² എന്ന് വരും. വേർ ഡി എക്സ് ഈക്വൽ ടു ഡി ടി ഡിവൈഡഡ് ബൈ √1 - x² എന്ന് വരും. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ എങ്ങനെ ചോർക്കാക്കിയിട്ട് എഴുതാം, ഇൻ്റഗ്രൽ നമ്മളെ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ √1 - x² ആണ്. ഓക്കെ, x² dx. ഓക്കെ, ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിനാണ് നമ്മൾ എന്ത് കൊടുത്തത്, ടി കൊടുത്തത് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ടി ഡിവൈഡഡ് ബൈ √1 - x², അവിടെ ഉള്ള ആൾ തന്നെയാണ്, അവിടെ നിൽക്കട്ടെ. ഡി എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക, ഡി ടി ഡിവൈഡഡ് ബൈ √1 - x². അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഡി എക്സിൻ്റെ ടേമിൽ എഴുതിയതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലേ. എന്താ വന്നത്, ഇവിടെ ഡി എക്സിനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള √1 - x² ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി, ന്യൂമറേറ്റർക്കാണ് ചേട്ടാ. അപ്പോൾ നമുക്ക് ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, ഡി എക്സ് ഈക്വൽ ടു √1 - x² ഇൻറ്റു ഡി ടി എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, ഡി എക്സിനെ റീപ്ലേസ് ചെയ്ത് എഴുതുമ്പോൾ കറക്റ്റ് ചെയ്ത് എഴുതുക, ഇൻറ്റു എന്ത് വരും, ഇൻറ്റു ഡി എക്സ് അല്ലേ, അപ്പോൾ √1 - x² ഡി ടി എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇങ്ങനെ വരുമ്പോഴേ നമുക്ക് ആ √1 - x², √1 - x² ഒന്നും നോക്കണ്ട, കട്ട് ചെയ്ത് കളയാം. ഇനി അവിടെ ആര് മാത്രമാണുള്ളത്, ഇൻ്റഗ്രൽ ടി ഡി ടി ആണുള്ളത്. നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് എന്താണ്, x²/2 ആണല്ലേ. അപ്പോൾ t²/2 പ്ലസ് സി എന്ന് വന്നു. ഇനി നമുക്കറിയാം ടി എന്നുള്ളത് നമ്മൾ ആർക്ക് കൊടുത്ത്, സൈൻ ഇൻവേഴ്സ് എക്സിനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എന്തായിട്ട് വരും, സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ² ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഓക്കെ ആണല്ലോ. എക്സസൈസ് 7.2-ൽ 18th ക്വസ്റ്റ്യൻ എന്താണ്, ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻ്റഗ്രൽ e⁻tan ഇൻവേഴ്സ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 + x² dx. ഓക്കെ, ഒന്നും നോക്കണ്ട, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. എന്താ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇവിടെ ഉണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്, 1/1 + x² ആണ്. അത് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് നേരെ ടി ആർക്ക് കൊടുക്കുക, വേർ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് സൈഡ് ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x², വേർ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, 1 + x² ഇൻറ്റു ഡി ടി എന്ന് വരും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ e⁻tan ഇൻവേഴ്സ് എക്സ്, e⁻ ആണ് പവർ വരുന്നത് കേട്ടോ, ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 + x² dx ഇനി നമുക്ക് എങ്ങനെ എഴുതാം, e⁻t അല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സിനാണല്ലോ നമ്മൾ ടി എന്നുള്ളത് അപ്ലൈ ചെയ്ത്, ഡിവൈഡഡ് ബൈ 1 + x² ഒരു ചേഞ്ചും ഇല്ല, അവിടെ നിൽക്കട്ടെ. ഡി എക്സിനെ നമുക്ക് എന്ത് എഴുതാം, 1 + x² ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഈ 1 + x² ഡിനോമിനേറ്ററിലുള്ള ആളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ അവശേഷിക്കുന്നത് ഒരു e⁻t ഇൻറ്റു ഡി ടി എന്നുള്ള ആൾ മാത്രമാണ്. നമുക്കറിയാം e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്, e⁻xൻ്റെ ഇൻ്റഗ്രലും എന്ത് തന്നെയാണ്, e⁻x തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ത് വരും, e⁻t പ്ലസ് സി എന്ന് വരും. എന്താണ് ടി, e⁻tan ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ആണ് നമുക്കിതിൻ്റെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അടുത്തത് എക്സസൈസ് 7.2-ൽ 37th അടിപൊളി ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അഡാർ ക്വസ്റ്റ്യൻ ആണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. എന്തൊക്കെയാണ്,
എന്താണ് ഫംഗ്ഷൻ വരുന്നത്? എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ ഇൻ ബ്രാക്കറ്റിൽ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 8. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സാമിന് നമ്മളപ്പോൾ ഇത് മനസ്സിലാക്കണം, എന്ത്, ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് ഇൻവേഴ്സ് വരുന്നതായതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യാനുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവേഴ്സിൻ്റെ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യാം? ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ഉണ്ടല്ലോ, അയാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ആണ് കേട്ടോ. നോർമലി ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് ഉണ്ടാവാറ്. ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബോത്ത് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ടി ബൈ ഡി എക്സ് എന്ന് വരും. ടാൻ ഇൻവേഴ്സ് സംതിങ്ങിനെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ചെയിൻ റൂള് അപ്ലൈ ചെയ്ത് വരുമ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണല്ലോ, അല്ലേ? അപ്പോൾ 1/1 പ്ലസ് എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എക്സ് റേസ് ടു 4 ആണുള്ളത്, സ്ക്വയർ. ഓക്കെ, ഇൻറ്റു ഇനി ആരെയും കൂടി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4 കൂടി ചെയ്യാനുണ്ട്, അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4 ഈക്വൽ ടു എന്ത് വരും? 1/1 പ്ലസ് എക്സ് റേസ് ടു 4 ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 8 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 4 എന്താ? 4x ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഡി എക്സിലേക്ക് മാറ്റിയാൽ വേറെ ഡി എക്സ് ഈക്വൽ ടു ഈക്വൽ അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1 പ്ലസ് എക്സ് റേസ് ടു 8 ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പോൾ 1 പ്ലസ് എക്സ് റേസ് ടു 8 ന്യൂമറേറ്ററിൽ കിടക്കുന്ന 4x ക്യൂബ് ഡിനോമിനേറ്റർക്ക് വരും. ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ, നമുക്ക് അങ്ങനെയൊന്നും തോന്നണ്ട, ക്യാൻസൽ ചെയ്യാനൊന്നും ആരുമില്ല. കറക്റ്റ് ഇതേ രീതിയിൽ ചെയ്തു പോവാം. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 8 ഡി എക്സ്. ഇയാളാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം എക്സ് ക്യൂബ് സൈനിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. എക്സ് ക്യൂബ് ഇൻറ്റു സൈനും യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 നമ്മൾ എന്താക്കി മാറ്റണം? ടി ആക്കി മാറ്റണം. ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 8 അതുപോലെ തന്നെ എഴുതാം. ഡി എക്സ് എന്നുള്ള ആൾക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? 1 പ്ലസ് എക്സ് റേസ് ടു 8 ഡിവൈഡഡ് ബൈ 4x ക്യൂബ് എന്ന് വന്നു. ഇനി ഒന്ന് നോക്കിയേ, നമുക്ക് ഒരുപാട് ആളുകൾ ക്യാൻസൽ ചെയ്ത് പോകാനുണ്ട്. 1 പ്ലസ് എക്സ് റേസ് ടു 8 എൻ്റെ ടേം ക്യാൻസൽ ചെയ്ത് പോയി. ഈ എക്സ് ക്യൂബും താഴെയുള്ള എക്സ് ഒക്കെ മൾട്ടിപ്ലിക്കേഷനാണ്, ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഇനി അവിടെ അവശേഷിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? ഇനി അവിടെ അവശേഷിക്കുന്നത് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഒരു സൈൻ ടി ഉണ്ട് അല്ലേ, ഡിനോമിനേറ്ററിൽ 4 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ സൈൻ ടി ഡിവൈഡഡ് ബൈ 4. ഇനി ഇവിടെ നമ്മളൊരു ഇവിടെ ഒരു ഡി ടി ഇടാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി ടി വരും. ഡി ടി ഈക്വൽ ടു ഇതിൽ ആ ഡിനോമിനേറ്ററിലുള്ള 4നെ നമുക്ക് കോൺസ്റ്റൻറ്റ് പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരു 1/4 എന്ന് വരിക, അല്ലാതെ വെറും 4 അല്ല. ഇനി അവിടെ ആര് മാത്രമേ ഉള്ളത്? സൈൻ ടി ഡി ടി മാത്രമേ. നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ് അല്ലേ. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് ടി ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി എന്ന് വരും. നമുക്കറിയാം നമ്മൾ ടി ആർക്കാണ് കൊടുത്തത്? 1 പ്ലസ് എക്സ് റൈസ് ടു 8 നമ്മൾ ടി എന്ന് കൊടുത്ത് അല്ലേ. 1 പ്ലസ് എക്സ് റൈസ് ടു 4 നമ്മൾ ടി കൊടുത്ത്. അപ്പോൾ നമുക്ക് ടി മാറ്റാം. നമ്മളിവിടെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 അയാളെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ എന്ത് ആൻസർ എന്ത് വരും? മൈനസ് 1/4 കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 പ്ലസ് സി എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ +1 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഐഡൻറ്റിറ്റീസ് sin a + b തുടങ്ങി sin 2a cos 3a ഒരുപാട് ഐഡൻറ്റിറ്റീസ് ഫംഗ്ഷൻസിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം
നമുക്ക് ഈ ഒരു ചാപ്റ്ററിലും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറി പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മളെല്ലാവരുടെ കയ്യിലും ഇതിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാവും അല്ലേ, ഏതൊക്കെയാണ് ട്രിഗണോമെട്രീൻ്റെ ഐഡൻറ്റിറ്റീസ് എന്നുള്ള അതെല്ലാവരും ഒന്ന് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, അത് ബൈഹാർട്ട് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് ഐഡൻറ്റിറ്റീസ് അറിയാമെങ്കിൽ 2-3 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് 7.3 12th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് sin സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം ആദ്യം ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഐഡൻറ്റിറ്റീസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഈസി ഇൻറ്റഗ്രബിൾ ഫോമിലേക്ക് മാറ്റണം. ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു സൈൻ സ്ക്വയറിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സിൻ്റെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് അല്ലേ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ എക്സിനെ എങ്ങനെ മാറ്റി എഴുതാം, 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന ഫോമിലേക്ക് എഴുതാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇൻറ്റഗ്രൽ ഈ ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻറ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സിന് പകരം ഇനി ഞാൻ ആരെ എഴുതാൻ പോവാണ്, 1 മൈനസ് കോസ് സ്ക്വയർ എക്സിനെ എഴുതാൻ പോവാണ്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള കേസ് ഓരോ പ്രോബ്ലത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ട്രിഗണോമെട്രി വരുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. അത് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. അത് എങ്ങനെ കിട്ടുകയുള്ളൂ, ബൈ പ്രാക്ടീസ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഓരോന്നും 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യന് പരിചയപ്പെടാൻ കഴിയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്കിതിൽ ഏത് ഐഡൻറ്റിറ്റി ഏത് ഫോമിലാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുത്തു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള 1 പ്ലസ് കോസ് എക്സിന് യാതൊരു മാറ്റമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻറ്റഗ്രൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, യാതൊരു പ്രശ്നമില്ല. 1 സ്ക്വയർ എന്ന് എഴുതിയാലും 1 ക്യൂബ് എന്ന് എഴുതിയാലും 1 എന്ന് എഴുതിയാലും ഒക്കെ സെയിം തന്നെയാണ്. ഞാനിവിടെ ചൂസ് ചെയ്തത് 1 സ്ക്വയർ ആണ്. അപ്പോൾ 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ എക്സ് നമുക്കറിയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണല്ലോ. നമുക്കതിവിടെ യൂസ് ചെയ്യാം. 1 സ്ക്വയർ മൈനസ് കോസ് സ്ക്വയറിൽ എ ഏതാണ്, 1 ആണ്, ബി ഏതാണ്, കോസ് ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് എന്ന് നമുക്ക് എഴുതാം. ഡിനോമിനേറ്ററിൽ യാതൊരു മാറ്റമില്ല, 1 പ്ലസ് കോസ് എക്സ് എന്ന് തന്നെയാണ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു. ഓക്കെ, എന്തിനാണ് ഈ ഫോമിലേക്ക് എഴുതിയത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഈ 1 പ്ലസ് കോസ് എക്സും ഡിനോമിനേറ്ററിൽ 1 പ്ലസ് കോസ് എക്സും കംപ്ലീറ്റ് ടേം കട്ട് ചെയ്ത് പോകും അല്ലേ, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി അവിടെ അവശേഷിക്കുന്ന ആര് മാത്രമാണ്, ഇൻറ്റഗ്രൽ 1 മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്നുള്ള ടേം മാത്രമാണ് നമുക്ക് ഇനി അവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടിങ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളവിടെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയത്. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഇൻറ്റഗ്രേഷൻ ചെയ്തൂടെ, ഇൻറ്റഗ്രൽ 1 ഡി എക്സും മൈനസ് ഇൻറ്റഗ്രൽ കോസ് എക്സ് ഡി എക്സും. എന്താണ് ഇൻറ്റഗ്രൽ 1 ഡി എക്സിൻ്റെ എക്സ് എന്ന് വരും അല്ലേ. കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, സൈൻ എക്സ്. അപ്പോൾ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം. ക്ലിയർ ആണല്ലോ. എക്സസൈസ് 7.3 ക്വസ്റ്റ്യൻ നമ്പർ 15. ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ, ടാൻ ക്യൂബ് 2x ഇൻറ്റു സീക്ക് 2x ഡി എക്സ്. ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടാൻ ക്യൂബ് 2xനെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ ടാൻ സ്ക്വയർ 2x ഇൻറ്റു ടാൻ 2x എന്ന് എഴുതിക്കൂടെ അല്ലേ. ടാൻ സ്ക്വയർ 2xും ടാൻ 2xും ടാനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടാൻ ക്യൂബ് 2x അതേപോലെ തന്നെ ആയി. അപ്പോൾ അതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി സീക്ക് 2x അതുപോലെ തന്നെ എഴുതി, സീക്ക് 2x ഡി എക്സ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ് വരുന്നത് അല്ലേ, ആണല്ലോ. അങ്ങനെയെങ്കിൽ ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടാൻ സ്ക്വയർ എക്സിന് ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊണ്ടുപോയി. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 1 ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് എന്ന് വരും.
ഇതിൽ നിന്ന് നമുക്ക് ടാൻ സ്ക്വയർ എക്സിന് എങ്ങനെ എഴുതാം? ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇവിടെ ടാൻ സ്ക്വയർ 2x ആണ്. അപ്പോൾ എക്സ് ഉള്ളിടത്ത് 2x ഇട്ടാൽ മതി, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ടാൻ സ്ക്വയർ 2xനെ ഇനി എങ്ങനെ എഴുതാം? സീക്ക് സ്ക്വയർ 2x മൈനസ് 1 എന്ന് എഴുതാം ഇൻറ്റു. ഇനി അവിടെ അവശേഷിക്കുന്നത് ടാൻ 2xും സീക്ക് 2xും dxഉം. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത് സീക്ക് 2xനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സീക്ക് 2x ഈക്വൽ ടു ടി ചെയ്ത് ബോത്ത് സൈഡ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീക്ക് 2xൻ്റെ അല്ലെങ്കിൽ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? സീക്ക് എക്സ് ടാൻ എക്സ് എന്നാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് വരും? സീക്ക് 2x ഇൻറ്റു ടാൻ 2x ഇൻറ്റു ആ 2xനെ ഒന്നും കൂടി എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ്. നമ്മൾ ചെയിൻ റൂൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2x എന്താ? 2 എന്ന് വരും. ഓക്കെ, ഇൻറ്റു 2 ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്ന് വരും. ഡി എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ എൻ്റയർ ടേം ഡിനോമിനേറ്ററിൽ പോകും. 2 ഇൻറ്റു സീക്ക് 2x ഇൻറ്റു ടാൻ 2x എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡി എക്സ് എന്നുള്ള ടേമിൽ നമ്മൾ മാറ്റി എഴുതി. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ ഫോമിൽ വരിക. അതായത് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ ടാൻ ക്യൂബ് 2x ഇൻറ്റു സീക്ക് 2x ഡി എക്സിനെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിവിടെ നമുക്ക് ഈ ഒരു ഫോം എഴുതണമെന്നില്ല, നമ്മൾ അറേഞ്ച് ചെയ്ത ആളുണ്ടല്ലേ. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 2x മൈനസ് 1 ഇൻറ്റു ടാൻ 2x ഇൻറ്റു സീക്ക് 2x ഡി എക്സിനെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ 2x, നമ്മൾ സീക്ക് 2xനാണ് ടി എടുത്തത്. അപ്പോൾ സീക്ക് സ്ക്വയർ 2x നമുക്ക് എന്ത് എഴുതാം? ടി സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം ഇൻറ്റു ഇവിടെ ടാൻ 2xന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈ സീക്ക് 2xന് നമുക്കിവിടെ ടി കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടറിയാം? പറഞ്ഞുതരാം. അപ്പോൾ ഇത് സീക്ക് 2x എന്ന് തന്നെ എഴുതാം ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ 2 സീക്ക് 2x ഇൻറ്റു ടാൻ 2x എന്ന് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അവിടെ മുകളിലുള്ള ടിക്ക് സീക്ക് 2xനെ അവിടെ നിലനിർത്തിയത്? കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വരുന്നുണ്ട്? ആ ഡി എക്സിനെ മാറ്റിയപ്പോൾ അവിടെ ഓൾറെഡി ഒരു സീക്ക് 2x വരുന്നുണ്ട്. അത് ക്യാൻസൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ആൾ അവിടെ തന്നെ നിർത്തണം. എങ്കിൽ മാത്രമേ ഇത് ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. ടാൻ 2x ടാൻ 2x, അല്ലെങ്കിൽ അവിടെ 1 ബൈ സീക്ക് 2x എഗെയിൻ അവശേഷിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി സ്ക്വയർ മൈനസ് 1 ഡി ടി ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. നമുക്ക് ആ 2നെ നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ 1/2 ഇൻ്റഗ്രൽ ഇനി ടി സ്ക്വയർ മൈനസ് 1നെ നമുക്ക് എന്ത് ചെയ്യണം? ഈസി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1/2 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ടി ക്യൂബ് ബൈ 3 മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ വരുന്നത് ടി ആണ് അല്ലേ? ഓക്കെ, ടി പ്ലസ് സി എന്ന് വരും. ഇനി നമ്മളിവിടെ ടി നമ്മൾ അപ്ലൈ ചെയ്തത് ടി നമ്മൾ ആർക്കാണ് അവിടെ അപ്ലൈ ചെയ്തത്? ടി എന്നുള്ളത് സീക്ക് 2xനാണ് നമ്മൾ ടി അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്കതിലേക്ക് മാറ്റി വന്നാൽ 1/2 സീക്ക് ടി ക്യൂബ് എന്ന് വരുമ്പോൾ സി ക്യൂബ് 2x ഡിവൈഡഡ് ബൈ 3 മൈനസ് സീക്ക് 2x പ്ലസ് സി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സി ക്യൂബ് 2x ബൈ 6 വരും അല്ലേ? സി ക്യൂബ് 2x ബൈ 6 മൈനസ് സീക്ക് 2x ബൈ 2 പ്ലസ് സി എന്ന് വരും. ഇതാണ് നമ്മളെ റിക്വയർഡ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഒരു അടിപൊളി ക്വസ്റ്റ്യൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സസൈസ് 7.3 16th ക്വസ്റ്റ്യൻ. എന്താണ്? ടാൻ റേസ് ടു 4x ബസ്. അത്രേ ഉള്ളൂ. ഈ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രൽ ടാൻ റേസ് ടു 4x dx എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നോക്കാം. ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതി.
ടാൻ സ്ക്വയർ എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ എന്താ ടാൻ റേസ് 4 തന്നെയല്ലേ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു ടാൻ സ്ക്വയർ എക്സിനെ ഞാനൊന്ന് മാറ്റാൻ പോകണം. നമുക്കറിയാം സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. ഇവിടെ ടാൻ സ്ക്വയർ എക്സിനെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നാവും. ഓക്കെ, ടാൻ സ്ക്വയർ എക്സിൻ്റെ മാത്രം അവിടെ മാത്രം ആക്കി മാറ്റിയാൽ എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ ടാൻ സ്ക്വയർ എക്സിനെ ഞാൻ ഇനി എന്ത് എഴുതാൻ പോവാണ്? ഇൻ്റഗ്രൽ ഇൻ ബ്രാക്കറ്റ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ ആണല്ലോ. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതായത് ബ്രാക്കറ്റിൻ്റെ പുറമേ ഉള്ള ടാൻ സ്ക്വയർ എക്സിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ എല്ലാവരായിട്ടും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്നായിട്ട് മാറും. ഓക്കെ, ഡി എക്സ്. ഇനി ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടാൾക്ക് രണ്ട് ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് രണ്ടാൾക്കാർ രണ്ട് രീതിയിൽ ചെയ്തു പോവാം. എങ്ങനെ വരും? ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫസ്റ്റ് ടേം സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നുള്ള ഒരാളും മൈനസ് ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നുള്ള രണ്ടാമത്തെ ആളും. ഇനി നമുക്ക് ഈ രണ്ടാളുകളെ രണ്ടെണ്ണം ആക്കി മാറ്റാം. അതാവും ഒന്നും കൂടി ബെസ്റ്റ്. ഇയാളാണ് നമുക്ക് I1 എന്ന് കൊടുക്കുക. ഇയാളെ നമുക്ക് I2 എന്നും കൊടുക്കാം. ഇനി I1നെ ഞാൻ മാത്രം മാറ്റിയെടുത്ത് ചെയ്യാണ്. വേർ I1 ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? ടാൻ എക്സിന് ടി എന്നുള്ള ആളെ കൊടുക്കുക. അപ്പോൾ ടാൻ എക്സ് ടി ആയി കഴിഞ്ഞാൽ ടാൻ എക്സ് ഈക്വൽ ടു ടി. ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സിക്സ് സ്ക്വയർ എക്സ് ആണല്ലേ. സിക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഇനി ഡി എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡി ടി ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഇതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ I1 എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ ഇൻറ്റു ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സിന് നമ്മൾക്ക് മാറ്റമൊന്നുമില്ല. അത് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു ടാൻ സ്ക്വയർ എക്സിന് നമ്മൾ ടി ആയിട്ട് എടുത്തു അല്ലേ. അപ്പോൾ ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടി സ്ക്വയർ എന്ന് എഴുതാം. ടി സ്ക്വയർ ഇൻറ്റു ഇനി ഡി എക്സിന് പകരം ഡി ടി ഡിവൈഡഡ് ബൈ സിക്സ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഈ സിക്സ് സ്ക്വയർ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ അവശേഷിക്കുന്നത് ഇൻ്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്നുള്ള ടേം മാത്രമാണ്. നമുക്കറിയാം ടി സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആര് വരും? ടി സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ക്യൂബ് ബൈ 3 എന്ന് വരും അല്ലേ. ടി ക്യൂബ് ബൈ 3 പ്ലസ് C1 എന്ന് കൊടുത്തു. എന്താണ് C1? ഫസ്റ്റത്തെ നമ്മൾ I1 എന്നാണല്ലോ എടുത്തത്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ I1ൻ്റെ കോൺസ്റ്റൻറ്റ് C1, I2ൻ്റെ കോൺസ്റ്റൻറ്റ് വരുമ്പോൾ C2 ആയിട്ട് എടുക്കുക. നോ പ്രോബ്ലം. അപ്പോൾ എന്ത് വന്നു? ടി എന്താണ് നമ്മൾ എടുത്തത്? ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് C1 എന്നുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ I1നെ എത്തിച്ചു. ഇനി നമുക്ക് I2നെ നമ്മളിപ്പോൾ എവിടെ നിർത്തിയിട്ടുള്ളത്? എന്താ I2നെ നമ്മളിവിടെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നതാണല്ലേ. അപ്പോൾ I2നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. വേർ I2 ഈക്വൽ ടു എന്ത് വരും? ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ആണ്. ടാൻ സ്ക്വയർ എക്സിനെ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റിയ പോലെ നേരത്തെ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ടാൻ സ്ക്വയർ എക്സിനെ എന്താക്കി? സിക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നാക്കി. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ടാൻ സ്ക്വയർ എക്സിനെ ഇൻ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന ഫോമിൽ എഴുതാം. ഡി എക്സ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് വരും.
സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത് ടാൻ എക്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ടാൻ എക്സ് മൈനസ് 1 dx നമുക്ക് എന്ത് വരും എക്സ് എന്ന് വരും. എക്സ് പ്ലസ് c/2 അല്ലേ പ്ലസ് c2. ഇതാണ് I2 എന്നുള്ള രണ്ടാമത് നമ്മൾ ടേം എടുത്തതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഫോം. ഇനി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് I1 മൈനസ് I2 എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫൈനൽ ആൻസർ I ഈക്വൽ ടു നമുക്ക് എന്ത് വരും നമ്മളെ ഫൈനൽ ആൻസർ ഇൻ്റഗ്രബിൾ I ഈക്വൽ ടു ഫസ്റ്റ് I1 ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് C1 എന്നുള്ളൊരു ടേമും മൈനസ് രണ്ടാമത്തെ മൈനസ് വന്നുകൊണ്ട് ഒരു ബ്രാക്കറ്റിൽ കൊടുക്കാം ഏറ്റവും സേഫ് ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് C2 എന്നുള്ള ടേമും. ഇനി നമ്മൾ എന്ത് ചെയ്യുക ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 സി അവിടെ നിൽക്കട്ടെ കേട്ടോ. സി എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പർ ആവാം. ഓക്കെ C1 എന്നുള്ളത്. ഇനി അപ്പുറത്ത് C2 എന്നുണ്ട് അതും ഒരു നമ്പർ ആവാം. ആ രണ്ടാൾക്കും കൂടി ഒരു സി എന്നുള്ളത് കോമൺ ആയിട്ട് ഇട്ടാൽ മതി, ഒരു പ്രശ്നമില്ല. മൈനസ് ടാൻ എക്സ് പ്ലസ് സി എന്നുള്ള ഒരു ഫൈനൽ ആൻസറിലേക്ക് നമുക്ക് എത്താം. ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ. ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് 7.3 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. എന്താണ് സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ്. അപ്പോൾ നമ്മൾ ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്കുണ്ട്, കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്ക് തോന്നുമെങ്കിലും ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ ഇവിടെ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ഉണ്ട്. ഞാൻ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം, നോക്കാം. ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതി, കോസ് ക്യൂബ് അതേപോലെ തന്നെ ഇരിക്കട്ടെ ഡി എക്സ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് വരാല്ലേ. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് സൈൻ ക്യൂബ് എക്സ് തന്നെയാണ്. ഇനി നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്താണ് 1 ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിത് സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ ഇവിടെയുള്ള സൈൻ സ്ക്വയർ എക്സിന് പകരം ഇനി നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ അപ്പോൾ ഈക്വൽ ടു ഇൻ്റഗ്രൽ ആദ്യം നമുക്ക് സൈൻ സ്ക്വയർ എക്സിൻ്റെ ടേം എഴുതാം. അപ്പോൾ എന്ത് വരും 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ഇൻറ്റു ഇനി ആരുണ്ട് അവിടെ സൈൻ എക്സ്. ഓക്കെ അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഫംഗ്ഷൻ്റെ ഓവറോൾ ഒരു നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ട്രിഗണോമെട്രി ഒരു ഐഡൻറ്റിറ്റി നമ്മൾ അവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ ഇനി നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിളാണ്. ഇനി നമുക്ക് ഒരാൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതായത് കോസ് എക്സ് ഈക്വൽ ടു ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ. അപ്പോൾ മൈനസ് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ അങ്ങനെയെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക ഡി ടി ഡിവൈഡഡ് ബൈ മൈനസ് ഡി ടി ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ആളെന്താണ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ നമുക്കറിയാം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇതിന് ഇയാളെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം 1 മൈനസ് കോസ് സ്ക്വയർ എക്സിന് നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ട് അല്ലേ. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് നമ്മളിപ്പോൾ കോസ് എക്സിനല്ല ടി കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ടി എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 1 മൈനസ് ടി സ്ക്വയർ എന്നാവും ഇൻറ്റു കോസ് ക്യൂബ് എന്നുള്ളത് നമുക്ക് എന്ത് കൊടുക്കുക ടി ക്യൂബ് എന്ന് കൊടുക്കുക ഇൻറ്റു സൈൻ എക്സ് അതുപോലെ തന്നെ നിൽക്കട്ടെ ഇൻറ്റു ഡി എക്സിനെ നമുക്ക് എന്തായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് ഡി ടി ബൈ സൈൻ എക്സ് എന്ന് കഴിഞ്ഞു കിട്ടി. ഓക്കെ ഇനി നമുക്കത് കണ്ടാൽ അറിയാം സൈൻ എക്സും എന്ത് ചെയ്യും നമുക്കവിടെ ക്യാൻസലേഷൻ പോസിബിൾ ആണല്ലോ. അപ്പോൾ സൈൻ എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവിടെ ആരും മാത്രമേ ഉള്ളത് ഒരു മൈനസ് അവിടെ അങ്ങനെ ചുറ്റി തിരിയുന്നുണ്ട്. ആളെ നമ്മൾ എന്ത് ചെയ്തു ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് കൊണ്ടുവന്നു. ഇൻ്റഗ്രൽ 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ്. ഈ 1 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബിനെ നമ്മൾ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടി ക്യൂബ് മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ടി റേസ് ടു 5 വരും അല്ലേ. ഓക്കെ ടി റേസ് ടു 5 ഇയാൾ എന്ത് ചെയ്യണം നമുക്ക് ഇനി ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകണം.
ഇനി ഈ ഒരു ടേമിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് അവിടെ പുറത്ത് നിൽക്കട്ടെ, ബ്രാക്കറ്റിൽ ടി ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കൂടും അല്ലേ. അപ്പോൾ T⁴/4 വരും, മൈനസ് T⁵ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T⁶/6 എന്നുള്ള ടേമും വരും, പ്ലസ് സി. ഇനി നമ്മൾ ടീനെ മാറ്റി എഴുതുക, അതായത് ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് cos x ആണല്ലോ. അപ്പോൾ cos xൻ്റെ ടേമിൽ എഴുതി ആദ്യം പോസിറ്റീവ് ഉള്ള ആൾ, ഇവിടെ T⁻⁶ ടേം പോസിറ്റീവാണ്, ആളെ നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, cos⁻6x ഡിവൈഡഡ് ബൈ 6 പ്ലസ് മൈനസ് വരും, മൈനസ് cos⁴x ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി എന്നുള്ള ടേം വരും. ഓക്കെ, ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ വരിക. അടുത്തൊരു അടിപൊളി ക്വസ്റ്റ്യൻ 7.3 ക്വസ്റ്റ്യൻ നമ്പർ 13th ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് വലിയൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇൻ്റഗ്രൽ cos⁴x മൈനസ് cos⁴α ഡിവൈഡഡ് ബൈ cos x മൈനസ് cos⁴α dx ആണ് കേട്ടോ. dx വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ്. നമുക്കറിയാം cos⁴ക്ക് 3 റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? cos⁴ 3 റിലേഷൻസ്, അതിൽ പെട്ട ഒരു റിലേഷനാണ് 2 cos² θ മൈനസ് 1 എന്നുള്ളത്. അതുപോലെ തന്നെ 1 - 2 sin² θ ഉണ്ട്. ഇനി cos² θ മൈനസ് sin² θ, ഇങ്ങനെ 3 റിലേഷൻസ് നമുക്ക് cos⁴ക്ക് ഉണ്ട്. അപ്പോൾ അതിൽ cos⁴ 2 cos² θ മൈനസ് 1 എന്നുള്ള റിലേഷനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ cos⁴നും cos⁴ നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ എന്ത് വരും നോക്കാം. ഇൻ്റഗ്രൽ cos⁴x എന്നുള്ളത് എങ്ങനെ വരും, 2 cos² x മൈനസ് 1 എന്നുള്ള ടേം വരും, മൈനസ് cos⁴ ആവുമ്പോഴോ എന്ത് വരും, ഇൻ ബ്രാക്കറ്റിൽ 2 cos² മൈനസ് 1 എന്ന് വരും. ഡിനോമിനേറ്ററിലുള്ള ആളെ മാറ്റേണ്ട ആവശ്യമില്ല, ആളെ സെയിം തന്നെ, cos x മൈനസ് cos⁴. ഓക്കെ, ഡി എക്സിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ഈക്വൽ ടു, ഇനിയും ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 2 cos² x മൈനസ് 1 മൈനസ് 2 cos² പ്ലസ് 1 എന്നായിട്ട് മാറും. ഡിനോമിനേറ്ററിൽ cos x മൈനസ് cos⁴ എന്ന് വരും, ഡി എക്സ്. ഈ -1ഉം +1 എന്ത് ചെയ്തും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ആ രണ്ട് ടേമിലും ആര് കോമൺ ആണ്, 2 എന്നുള്ളൊരു നമ്പർ കോൺസ്റ്റൻറ്റ് കോമൺ ആണല്ലേ. ആ 2നെ ഞാൻ ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ, ഇനി ആരൊക്കെയാണ് അവിടെ വരുന്നത്, cos² x മൈനസ് cos² ഡിവൈഡഡ് ബൈ cos x മൈനസ് cos⁴ dx. ഓക്കെ, ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഏതോ ഒരു റിലേഷൻ അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏതാണ്, a² - b² അല്ലേ. നമുക്കറിയാം a² - b² നമുക്ക് എങ്ങനെ എഴുതാം, a+b ഇൻറ്റു a - b എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 ഇൻറ്റു ഇൻ്റഗ്രൽ cos x മൈനസ് cos⁴ ഒരു ടേമും cos x പ്ലസ് cos⁴ എന്നുള്ള രണ്ടാമത്തെ ടേമും, a² - b² മാറ്റിയത് a+b ഇൻറ്റു a - b എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതി. ഡിനോമിനേറ്ററിൽ ആര് തന്നെയാണ്, cos x മൈനസ് cos⁴. ഇവിടെ ഒരു ടേം കട്ടിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആരാണ്, cos x മൈനസ് cos⁴നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ cos x പ്ലസ് cos⁴ dx. ഇനി ഈ ഒരു കേസിൽ നമ്മളിവിടെ cos x dxയിലാണ് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ cos⁴ എന്നുള്ളൊരു ടേം അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ cos⁴നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. cos⁴ എന്താണ്, ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് cos xൻ്റെ ഇൻ്റഗ്രൽ എന്താ വരുന്നത്, മൈനസ് ഇല്ല, sin x ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു sin x. ഇനി പ്ലസ് രണ്ടാമത്തെ ടേം വരുമ്പോൾ cos⁴ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അവിടെ ആരാ ഉള്ളത്, 1dx ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ ആര് വരും, x എന്നുള്ളത് വരും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫൈനൽ ആൻസർ എങ്ങനെ വരും, 2 ഇൻറ്റു cos x sin x, 2 ഇൻറ്റു sin x പ്ലസ് 1dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x വരും. എക്സിന് ഞാൻ ആദ്യം എഴുതി x cos x cos⁴ എന്ന് വരും. ഓക്കെ, പ്ലസ് സി.
ഇതാണ് റിക്വയർഡ് ഫൈനൽ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ?